ഹായ് ഹലോ, എല്ലാവരും നോമ്പൊക്കെ തുറന്ന ക്ഷീണത്തിലിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വീടിനടുത്തുള്ള ഒന്ന് രണ്ട് വീട്ടിലെ ചേച്ചിമാർക്കൊന്നും നമ്മൾ നോമ്പിന് സ്പെഷ്യലായിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നോമ്പ് 27 കൂടെയല്ലേ, അപ്പോൾ ഉമ്മ ട്രഡീഷണൽ ആയിട്ടുള്ള കലത്തപ്പവും തരിക്കഞ്ഞിയും കൂടെ ഉണ്ടാക്കിയിട്ട് വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് എന്താണ് അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കടയിൽ പോയി വന്നപ്പോഴത്തേക്കും അതിനുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി അരച്ച് കുരുമുളകും തേങ്ങാക്കൊത്തും കറിവേപ്പിലയൊക്കെ ഇട്ട് ഉമ്മൻ്റേതായിട്ടുള്ള രീതിയിൽ ഇന്നത്തെ പോലത്തെ കുക്കറിലൊന്നും അല്ല ഉമ്മ ഉണ്ടാക്കുന്നത്. സാധാ ഉമ്മൻ്റെ കാലത്ത് ഉമ്മ ഉണ്ടാക്കി ശീലിച്ചിട്ടുള്ള ചീനച്ചട്ടിക്കകത്ത് തന്നെയാണ് ഉമ്മ ഉണ്ടാക്കിയത്. സംഭവം സൂപ്പർ, എന്താണ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ആരൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിട്ടോ. തരിക്കഞ്ഞിയുടെ പണി ഞാൻ ഏറ്റെടുത്തു. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് നെയ്യിൽ താളിച്ചൊഴിച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കി. അപ്പോൾ ഇതിനിടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നോമ്പിൻ്റെ തലേന്നായിരുന്നു താമസം മാറി ഈ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ തന്നെ അയൽപക്കമൊന്നും അധികം പരിചയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ സൗഹൃദ ബന്ധങ്ങളെല്ലാം കൂട്ടി കെട്ടുറപ്പിക്കുന്നത്. പിന്നെ ചെറുപ്പം മുതലേ ഉമ്മയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞ് വന്നത്. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നു. നോമ്പ് തുറക്കാനായി നോമ്പൊക്കെ തുറന്നു. നല്ല അടിപൊളി ആരായിട്ട് കിട്ടിയിട്ടുള്ള അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. സോ ഇറ്റ്സ് മീ സജ്ന, സീ യു നെക്സ്റ്റ് ടൈം.